ഹായ് ഡിയർ സൺഷൈൻസ്, വെൽക്കം ടു ഹോം ഡയറീസ്. അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കി എടുത്താലും ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടെ 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകവും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ തീ കുറച്ചുകൂടെ കുറച്ച് വെക്കാം. അപ്പോൾ മസാല ഇപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അപ്പോൾ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. ഈ 15 മിനിറ്റിൽ ചിക്കനെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റുന്ന വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ മസാലകൾ ഇതിൽ ആഡ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാലയിൽ അത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1.5 സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. നീളത്തിൽ അരിഞ്ഞ് തന്നെ എടുക്കണം, ചെറുതായിട്ടല്ല, നീളത്തിൽ തന്നെ അരിയണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം നേരത്തെ 15 മിനിറ്റിൽ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ഇനി സബോള ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് അതിനെ പാകം ചെയ്തെടുക്കണം. 10 മിനിറ്റ് മൂടി വെക്കുക തന്നെ വേണം. ഇപ്പോൾ ഇതിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ താഴെ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. സവോളയൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതപ്പോൾ ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ല അടിപൊളിയായി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ ഡ്രൈ റോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ്സിൽ കൂടെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്